ഇടതുപക്ഷം ആകാശം തൊട്ട കൊട്ടിക്കലാശത്തോടെ നിലമ്പൂരിൽ പരസ്യ പ്രചാരണത്തിന് സമാപനം. മുന്നണികൾക്ക് അഭിമാന പോരാട്ടം, വീറും വാശിയും വാനോളം. മുന്നിലാര്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ ജെക്സി തോമസ് CPM-ൽ നിന്ന്, ശ്രീ രാജു പി നായർ കോൺഗ്രസിൽ നിന്ന്, ശ്രീ യുവരാജ് ഗോകുൽ BJP-യിൽ നിന്ന്, ശ്രീ സജി മഞ്ഞക്കളമ്പൻ TMC-യിൽ നിന്ന്. എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്രീ ജെക്സി തോമസ്, കേൾക്കാമോ? കേൾക്കാം. നിലനിർത്തുമോ അതോ UDF പിടിച്ചു വാങ്ങുമോ? ഞാനതിന് എൻ്റെ വ്യക്തിപരമായ ഒരു ഏകപക്ഷീയ അഭിപ്രായ പ്രകടനം നടത്തി. യുടെ തുടക്കം തന്നെ വേണമെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയ ബന്ധിയായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. അതിലേക്ക് ഞാൻ കിടക്കുന്നതേയില്ല. ഇന്ന് സത്യസന്ധമായി അങ്ങേക്ക് വേണമെങ്കിൽ മാതൃഭൂമിയിൽ അങ്ങയുടെ സഹപ്രവർത്തകരായി കഴിഞ്ഞ നിരവധി ദിവസക്കാലത്തോളം ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായ വാർത്തകളെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമ പ്രവർത്തകരായി ഇങ്ങോട്ടേക്ക് എത്തിയ അങ്ങയുടെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ അവർ നിഷ്പക്ഷമായൊരു വിലയിരുത്തൽ നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഇന്നയോളമുള്ള നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ഉതകും വിധം കോൺഗ്രസ്സുകാർ വെടിവെച്ച് കൊന്നുകളഞ്ഞ നിലമ്പൂരിൻ്റെ ഏക MLA ആയിരുന്ന സഖാവ് K. കുഞ്ഞാലിയുടെ പിന്തുടർച്ചക്കാരനായി ചരിത്രപരവും അഭിമാനാർഹവുമായ ഭൂരിപക്ഷത്തോടു കൂടെ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നായകനായ സഖാവ് M. സ്വരാജിനെ നിലമ്പൂരിൽ ജനത വിജയിപ്പിക്കാൻ ഹൃദയം പകുത്തു നൽകിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ കൊട്ടിക്കലാശം നൽകിയ രാഷ്ട്രീയ കാഴ്ച എന്ന് പറയുന്നത്. 3.5 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന UDF രാഷ്ട്രീയത്തെ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം കടപുഴക്കി എറിയുമെന്നും പകരം സങ്കുചിത രാഷ്ട്രീയത്തിനപ്പുറത്ത് ലോകമെമ്പാടുമുള്ള സർവ്വമനസ്സരുടെയും അന്യാദൃശ്യമായ സ്നേഹവായ്പകൾ പിടിച്ചുപറ്റി ഈ സ്ഥാനാർത്ഥി ഞങ്ങളുടെ മണ്ഡലത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നതുപോലെ കേരള നിയമസഭയുടെ നിറസാന്നിധ്യമായി ഉണ്ടാവണമെന്ന് നിലമ്പൂരുകാരാകെ ആഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു നിറപ്രകാശമായിരുന്ന ചുവടുവെപ്പായിരുന്നു അർത്ഥസമ്പൂർണമായ ഇന്നത്തെ കലാശക്കൊട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു സംശയം വേണ്ടതില്ല. 4 ദിവസം 4 മണിക്കൂർ എന്നതുപോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുമ്പിലൂടെ കടന്നുപോകും. 4-ാം ദിവസം നിലമ്പൂരിൻ്റെ പ്രഭാതത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു സൂര്യ തേജസ്സോടുകൂടെ സഖാവ് M. സ്വരാജ് കേരള നിയമസഭാ അംഗമായി നിലമ്പൂരിൻ്റെ ജനപ്രതിനിധിയായി ഭാവി കേരളത്തെ നയിക്കാൻ ദിശാസൂചികയുള്ള ഒരു നായകനായി നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ടാകും. സംശയം വേണ്ടതില്ല, തീർച്ചയാണ്. ശരി, ശ്രീ രാജു പി നായർ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ രാജു പി നായർ, ഒറ്റ വാക്കിലൊരു രാഷ്ട്രീയ അവകാശവാദത്തിന് ജെക്സി തോമസ് ഇല്ല. അങ്ങേക്ക് അങ്ങനെയാണോ അങ്ങയുടെയും നിലപാട്, അതോ കൃത്യമായ ആത്മവിശ്വാസമുണ്ടോ? അല്ല, അദ്ദേഹം രാഷ്ട്രീയ നിലപാട് പറഞ്ഞില്ലെന്നല്ല, പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സൂര്യ തേജസ് ഉണ്ടാകും, നിയമസഭയിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ കുറെ കൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഉത്തരം പറയാനാണ് എനിക്ക് താല്പര്യം. എന്തായാലും കൊട്ടിക്കലാശത്തില് മൈക്കിന്റെ വാട്സിന് എത്ര പവർ കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതോ ചെണ്ടയുടെ എണ്ണം എത്ര കൂടുതൽ ഉണ്ടായിരുന്നു നോക്കിയല്ലോ ജനവിധി. എനിക്കറിയില്ല, കാരണം കൊട്ടിക്കലാശത്തിന് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല, ഞാൻ നിലമ്പൂർന്ന് പോകുന്നതാണ്. പക്ഷെ നമ്മൾ കൊട്ടിക്കലാശം വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തുന്നില്ല. പക്ഷെ അവിടെ കൃത്യമായിട്ട് അറിയാം, എല്ലാ ഘടകങ്ങളും UDF-ന് അനുകൂലമായിരുന്നു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറഞ്ഞില്ലേ, ഇപ്പൊ എതിർ സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വരാജ് എന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. പക്ഷെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരിച്ച് പാപ്പൂട്ടി എന്ന് പറയുന്ന ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിലമ്പൂര് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇതിപ്പോ ഒരു ശക്തി പ്രകടനം എന്ന നിലയ്ക്ക് തന്നെയാണ് മുന്നണികൾ ഇന്ന് നിലമ്പൂരിലെ കൊട്ടിക്കലാശത്തെ കണ്ടതൊക്കെ. നിങ്ങൾക്ക് അതിൽ വലിയ തോതിൽ ജനപങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നൊക്കെ സംശയിച്ചു നിന്നത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. കൊട്ടിക്കലാശം നൽകുന്ന ആത്മവിശ്വാസം എത്രയാണ്? തീർച്ചയായിട്ടും BJP ശക്തമായ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെലുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉറച്ച വിശ്വാസം. കഴിഞ്ഞ 21 ദിവസങ്ങൾ കൊണ്ട് നീണ്ടുനിന്ന ആ ക്യാമ്പയിനിങ്ങിലൂടെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരോട് ഞങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുവാനും പുതിയ മേഖലകളിലേക്ക് തീർച്ചയായിട്ടും കടന്നു ചെല്ലുവാനും വേണ്ടി BJPക്ക് സാധിച്ചിട്ടുണ്ട്. 2 മുന്നണികളും കാലാകാലങ്ങളായി നിലമ്പൂരിൽ അനുവർത്തിച്ചു വന്നിട്ടുള്ള രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് നിലമ്പൂരിൽ നടന്നിരുന്ന നിരുത്തരവാദപരമായിട്ടുള്ളൊരു പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിൻ്റെ റിസൾട്ടായിട്ടാണല്ലോ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ
എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. മലയോര കർഷക മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിന്നുള്ള ഒരാളെ തന്നെ നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും അവരുടെ കൂടി രാഷ്ട്രീയം അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ അത് വലിയ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ വച്ചു പുലർത്തുന്നത്. ശരി, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഈ തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിലമ്പൂരിന്റെ വിധിയെഴുത്ത് എന്നത് സംബന്ധിച്ച് 3 മുന്നണികൾക്കും നല്ല ബോധ്യവുമുണ്ട്. ആ വോട്ടിന്റെ ഏറ്റക്കുറച്ചിലുകൾ എവിടെയൊക്കെ കുറയും എവിടെയൊക്കെ കൂടും എന്ന പ്രതിഫലനം അത് നോക്കിക്കാണുകയാണ് രാഷ്ട്രീയ കൗതുകമുള്ള എല്ലാവരും. നിങ്ങൾ എത്ര വോട്ട് പിടിക്കും? PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. PV അൻവർ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച് വിജയിക്കും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്താൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ മേഖലയിലും ഞാൻ ചുറ്റി സഞ്ചരിക്കുകയും ആളുകളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് PV അൻവർ കഴിഞ്ഞ 9 വർഷം ഈ നിലമ്പൂർ നിയോജകമണ്ഡലം ജനപ്രതിനിധിയായിരുന്നില്ല, ഒരു അസൽ ജനപ്രതിനിധിയായതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത, പ്രത്യേകിച്ച് മലയോര മേഖലയുടെ വിഷയങ്ങൾ ശബ്ദിക്കുകയും ചെയ്ത ഒരു ജനകീയ നേതാവായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ബോധ്യപ്പെട്ട 2 എനിക്ക് നടന്ന റോഡ് ഷോ. ആ റോഡ് ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും കണ്ടതാണല്ലോ. ആ റോഡ് ഷോയിൽ ഏതായാലും പാലായിൽ നിന്നും കോട്ടയത്തു നിന്നും അല്ലെങ്കിൽ മറ്റ് നിയോജകമണ്ഡലത്തിൽ നിന്നും ഒരാളും വന്നില്ല. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ആളുകൾ ചെറുപ്പക്കാരിറങ്ങി, ആ ചെറുപ്പക്കാരിറങ്ങി വാഹനജാഥ കൂടി. പക്ഷേ അതാണോ കണ്ടത്? ആ വഴിയോരങ്ങൾ കണ്ട കാഴ്ച ഞാൻ പറഞ്ഞല്ലോ, അത് മറ്റ് ഒരു നേതാവിനും കിട്ടാത്ത ഒരു വലിയ ജനപിന്തുണ. ആളുകൾ ഇറങ്ങി, സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഇറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ച, റോഡ് ഷോയെ സ്വീകരിക്കുന്ന കാഴ്ച, അതിനപ്പുറം ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. ശ്രീ PV അൻവർ ഇവിടെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇവിടെ അല്ലെങ്കിൽ വിജയിക്കും, കേരള നിയമസഭയിലേക്ക് പോകും. ഇവിടെ പറഞ്ഞു PV അൻവർ കാരണമല്ലേ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതെ, PV അൻവറാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്. എന്തിനാ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്? ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനദ്രോഹ ദുർഭരണം അതിനകത്ത് നിന്നുകൊണ്ട് തിരുത്താൻ അദ്ദേഹം ശ്രമിച്ചു. അകത്തുനിന്ന് തിരുത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ മുന്നണി യോഗത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലുള്ള തിരുത്തലും ഉണ്ടായില്ല. ഇവിടെ ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പ്, അല്ലെങ്കിൽ കാർഷിക മേഖലയോട് കാണിക്കുന്ന അവഗണന, മലയോര മേഖലയോട് കാണിക്കുന്ന അവഗണന, ഇതൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ ശ്രീ PV അൻവർ അവർക്ക് അനുഭവിതനായപ്പോൾ അദ്ദേഹത്തെ പുകച്ച് പുറത്ത് ചാടിച്ചു. അദ്ദേഹം പുറത്ത് ചാടി എന്തിനു വേണ്ടി അദ്ദേഹം ചാടിയത്? ഇവിടെ പിണറായി ഗവൺമെന്റ് നടത്തുന്ന ദുർഭരണം തുറന്നു കാട്ടാൻ, ഈ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി UDF നേതൃത്വവുമായി സംസാരിച്ചാണ് അദ്ദേഹം ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങിയ ശ്രീ PV അൻവറിനെ ചില ആളുകൾ വഴിയിൽ നിർത്തി, ആളുകളുടെ നിന്നും പേരിന് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം, വഴിയിൽ നിർത്തി അദ്ദേഹത്തെ അവമാനിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ അതിന് നല്ല ഒരു റിസൾട്ട്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് ശ്രീ PV അൻവറിന് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ജെക്സി തോമസ്, ഇപ്പോ നമ്മൾ ഒരു കൊട്ടിക്കലാശത്തിന്റെ ദിവസം, സ്വാഭാവികമായും ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും മുന്നണികളുള്ളത്. അങ്ങനെ തന്നെ വേണം താനും. അതിന് വിഘാതമായി നിൽക്കുന്ന ഒരു കമന്റും ഉണ്ടാകാൻ പാടില്ല ഇനിയുള്ള മണിക്കൂറുകളിൽ എന്നൊക്കെയാണ് ജനാധിപത്യം നിഷ്കർഷിക്കുന്നത്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്നത് നമ്മൾക്കറിയാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എങ്കിലും ഒരു തരം ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് തന്നെ വിലയിരുത്താൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങളുടെ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് നിങ്ങൾ പരീക്ഷിച്ച സ്വതന്ത്രൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. അത് നിങ്ങളുടെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ജയിച്ചാലും തോറ്റാലും എല്ലാ മുന്നണികൾക്കും അതിൻ്റെ ഫലം അത്രമേൽ നിർണായകമാണ്. അവിടെയാണ് വിജയിക്കുമെന്ന ആത്മവിശ്വാസം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങയുടെ മറുപടിയോട് അങ്ങ് തന്നെ ശ്രദ്ധിച്ചാൽ മതി. സമീപ ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നത നേതൃത്വം, അതിന്റെ പ്രതീകമായി മുഖ്യമന്ത്രി, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി, ഇവർ തുടങ്ങി സ്ഥാനാർത്ഥി വരെ, ഇവരാണല്ലോ കേരള രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമാകെ നിലമ്പൂരായി മാറിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ മുഖമായി നിന്ന് പ്രതികരണങ്ങൾ നടത്തിയവർ ഇവരായിരുന്നുവല്ലോ. അവരുടെ പ്രതികരണങ്ങൾ കമ്പോട് കമ്പ് വായിച്ചാൽ, ആദ്യമധ്യാന്തം പരിശോധിച്ചാൽ ഇതിന്റെ മറുപടി തെളിമയാർന്ന ഒരു ഉദാഹരണം എന്നതുപോലെ നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഇതൊരു ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കരുതാൻ വേണ്ടി കഴിയുമോ? എന്താണ് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം? ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യമധ്യാന്തം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അത്രയും
കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിൽ നിലമ്പൂർ നടന്നു തീർത്ത മാറ്റങ്ങൾ അത്രേ. അത്ഭുതാവഹമായി കേരളം നേടിയെടുത്ത വികസന പന്താവിന്റെ വഴിത്താരകളിൽ അഭിമാനകരമായ നേട്ടങ്ങളെ കരസ്ഥമാക്കാൻ നിലമ്പൂരിന് കഴിഞ്ഞിരുന്നോ? കേരളത്തിന്റെ നേട്ടങ്ങളെയും നിലമ്പൂരിന്റെ നേട്ടങ്ങളെയും മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ ബദൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇടതുപക്ഷ രാഷ്ട്രീയം നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശാപൂരിതമായി ജനങ്ങളോട് അത്രയും വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ കോൺഗ്രസ് പ്രതിനിധികളുടെ അഭിപ്രായത്തോട് നേരിട്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്ന്, വ്യക്തിപരമായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കാം. എന്തായാലും ഞങ്ങൾ പ്രതികരിച്ചത് ചെണ്ടയുടെ എണ്ണം കാണിച്ചിട്ടും കോളാമ്പിയുടെ സൗന്ദര്യം കാണിച്ചിട്ടും മൈക്കിന്റെ എണ്ണം നോക്കാൻ പറഞ്ഞിട്ടും ഒന്നും ആയിരുന്നില്ല. നിലമ്പൂരിലെ ജനങ്ങളെ അണിനിരത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കവും മുടക്കവും. അതായത് തെരഞ്ഞെടുപ്പ് സംബന്ധമായി ഏതു സാധാരണക്കാരനായ മലയാളിയുടെയും ഓർമ്മകളിൽ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധയിലേക്ക് ഊന്നുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടെ തന്നെയാണ്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് എം സ്വരാജ് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ റോഡിൽ വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ സ്വീകരിക്കാനെത്തിയ ജനസഞ്ചയം പ്രഖ്യാപിതമല്ലാത്ത നിലയിൽ അനൗദ്യോഗിക റോഡ് ഷോയായ സ്വീകരണം തന്നെ മാറുന്നതും പിന്നീട് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നതും മറ്റാരും സമ്മതിച്ചില്ലെങ്കിലും സത്യസന്ധമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന എല്ലാ മലയാളികളും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരും സമ്മതിക്കും. അതുമുതൽ ഇന്നുവരെ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ മനുഷ്യനൊരു മഹാസമുദ്രം എന്നതുപോലെ അല്ലെങ്കിൽ ഒരു മഴക്കാടുകളെ അനുസ്മരിപ്പിക്കുന്ന വലിപ്പത്തോടുകൂടെ കുട്ടിക്കലാശം സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ കാണുന്നതാണ് സ്ഥാനാർത്ഥിയുടെ 10 മിനിറ്റിൽ ചുവടെ നീണ്ടു നിൽക്കുന്ന സമാപന പ്രഭാഷണമുണ്ട്. ആ സമാപന പ്രഭാഷണത്തിൽ നിന്ന രാഷ്ട്രീയം എന്താണ്? കോൺഗ്രസോ ലീഗെന്നോ വ്യത്യാസമില്ലാതെ നിലമ്പൂരിലെ ജനതയൊന്നാകെ കേരളവും നിലമ്പൂരും നടന്നു തീർത്ത മാറ്റങ്ങളെ തങ്ങളുടെ അനുഭവങ്ങളിൽ വെച്ച് പരിശോധിക്കുകയും നല്ല മാറ്റങ്ങളാണ് നിലമ്പൂരിലും കേരളവും നിലമ്പൂരും എന്ന് അങ്ങ് എടുത്തു 2 തവണ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിലമ്പൂരിൽ പോയ 9 വർഷങ്ങളിൽ വികസന പ്രക്രിയ കേരളത്തിന്റെ ശരാശരിയിൽ നിന്ന് വിഭിന്നമായിരുന്നു എന്നങ്ങ് ചിന്തിക്കുന്നുണ്ടോ? അതോ LDFന്റെ കീഴിൽ നിന്നുകൊണ്ട് PV അൻവർ നയിച്ച മണ്ഡലത്തിന് കേരളത്തിന്റെ ശരാശരിക്ക് സമാനമായതോ അതിൽ കൂടുതലോ ആയ വികസനം ഉണ്ടായിട്ടുണ്ട് എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അങ്ങനെയല്ല. അങ്ങേക്കറിയാമല്ലോ, ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പേരുകാരൻ ഉൾപ്പെടെ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും രാഷ്ട്രീയത്തെ ഞങ്ങൾ വിലയിരുത്തുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി സംബന്ധമായ ദ്വന്ദ്വയുദ്ധം എന്ന നിലയിലല്ല, അല്ലെങ്കിൽ ഒരു മല്ലയുദ്ധം എന്ന നിലയിലല്ല. കേരളത്തിലെ നിലമ്പൂരിനെയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ബോധപൂർവ്വം ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിൽ അത്ഭുതാവഹമായ മാറ്റങ്ങൾക്കാണ് കേരളവും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. കേരളം നടന്നു തീർത്ത അഭിമാനകരമായ മാറ്റങ്ങളുടെ ചരിത്രപരമായ ഒരു പ്രതീകമാണ് കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിലെ നിലമ്പൂര്. അതുകൊണ്ടാണ് കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും സർക്കാർ സ്കൂളുകൾ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് എത്തുമ്പോൾ ഇന്നിതാ തൊട്ടു മുമ്പ് കണക്ക് വന്നിരിക്കുന്നു. 40,610 വരുന്ന കുട്ടികൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി ചേർന്നിരിക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് 35 വർഷക്കാലം നിലമ്പൂരിന്റെ MLA ആയിരുന്ന മുൻ കോൺഗ്രസ് നേതാവിനെ നമുക്ക് സമ്മാനിച്ച സ്കൂളാണ്. പക്ഷേ അത് തകർന്നു വീഴാറായ ഓടുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറുന്നതിന് കേരളത്തിൽ ഇടതുമുന്നണിയുടെ നേതാവ് സഖാവ് പിണറായി വിജയൻ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കേണ്ടതായി വന്നു. അതുമുതൽ 8585 വീടുകൾ ലൈഫ് മിഷൻ മുഖാന്തരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 7 പഞ്ചായത്തും ഒരു നഗരസഭയുമുള്ള സ്ഥലങ്ങളിൽ ലഭിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണി പ്രതിദാനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ്. അതുമുതൽ സ്പോർട്സ് ഗ്രൗണ്ട് മുതൽ സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്ന 44,000-ലധികം വരുന്ന നിലമ്പൂരിലെ ജനവിഭാഗങ്ങൾ മുതൽ ജനജീവിത സംബന്ധമായ ഓരോ നേട്ടങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്, ഞങ്ങൾ ആഗ്രഹിച്ചത്. ഈ യാത്ര തുടരേണ്ടതുണ്ടോ? നിലമ്പൂരും കേരളവും വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട് യാത്ര തുടരേണ്ടതുണ്ടെങ്കിൽ ഇടതുപക്ഷം വിജയിക്കണം. സഖാവ് സ്വരാജ് നിലമ്പൂരിന്റെ നായകനായി കേരള നിയമസഭയിൽ ഉണ്ടാകണം. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ, ശ്രീ രാജു പിന്നാർ, ഇപ്പോ നിലമ്പൂരിന്റെ രാഷ്ട്രീയം തന്നെ ഈ കഴിഞ്ഞുപോയ പ്രചാരണ കാലയളവിൽ ആകെ നിർണയിച്ചത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് LDFന്റെ പ്രതിനിധി ശ്രീ ജേക്സി തോമസ് അവകാശപ്പെടുന്നത്. ഇപ്പോ എം സ്വരാജ് അവിടെ മത്സരിക്കുമോ, അല്ലെങ്കിൽ എം സ്വരാജിന് മത്സരിച്ചൂടെ എന്ന് വെല്ലുവിളി ഉയർത്തിയിരുന്നു കോൺഗ്രസിലെ പല നേതാക്കളും ഒരു ഘട്ടത്തിൽ. അവിടെ നിന്ന് ആ പ്രചാരണ കാലയളവിലാകെ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഗതിയെ നിർണ്ണയിക്കുന്ന തരത്തിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടെയാണ് തെരഞ്ഞെടുപ്പ് തന്നെ വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുകയും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും എന്ന നിലയ്ക്ക് മാറിയിരുന്നോ എന്ന് അവർക്ക് തോന്നുന്നതല്ലേ? സ്വരാജിന്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുന്നതിന് അന്ന് രാവിലെ 11 മണി വരെ ആരെയൊക്കെ സന്ദർശിച്ചു, ആരുടെ പുറകെ പോയി എന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ അവകാശപ്പെടുന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ എം സ്വരാജ് എന്ന് പറയുന്ന ഒരാള് നിലമ്പൂർ ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മാറേണ്ടി വന്നു എന്നുള്ളത് നിയോജകമായിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്.
ഞങ്ങളെ സംബന്ധിച്ചോളം ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ബാപ്പുട്ടിക്ക എന്ന് അങ്ങോട്ട് ജനം തിരിച്ചു പറയും. പക്ഷെ സ്വരാജ് എന്ന് പറയുമ്പോൾ ആരാണ് സ്വരാജ് എന്ന് ചോദിക്കുന്ന ചോദ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ കേട്ടതാണ്. അപ്പൊ അവിടത്തേക്ക് അതിനകത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഒരു രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് വിലയിരുത്താൻ ചെറിയ രീതിയിലൊക്കെ വിലയിരുത്താൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ആ മണ്ഡലത്തിൽ നിങ്ങൾക്ക് കൃത്യമായ വോട്ട് വിഹിതവും ഒക്കെ ഉണ്ട്. പക്ഷെ എം സ്വരാജിനെ ആരാണ് എന്നറിയാത്ത തരത്തിലുള്ള രാഷ്ട്രീയ അജ്ഞതയുള്ളവരാണ് നിലമ്പൂരുകാർ എന്നൊക്കെ പറയാമോ? തീർച്ചയായിട്ടും. പോത്തുകല്ല് ഞാൻ ചോദിക്കട്ടെ, ഈ 2025 ജാനുവരിയിലല്ലേ അവിടെ വയനാട് അപകടമുണ്ടായി? അവിടുന്ന് ഈ ഇദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിന്റെ 252 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വീണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നിലമ്പൂർ താലൂക്ക് ആശുപത്രി നടത്തിയത്, ജില്ലാ ആശുപത്രി നടത്തിയത്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും സ്വരാജിനെ കണ്ടോ? എവിടെയെങ്കിലും കണ്ടിരുന്നോ? വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച കരുളായിലെ മണിയെടുത്തും അല്ലെങ്കിൽ മൂത്തേടത്തെ സരോജിനിയുടെ വീട്ടിലും നിങ്ങൾ സ്വരാജിനെ കണ്ടിട്ടുണ്ടോ? സ്വരാജ് അവിടെ വന്നപ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ്. ശരിയാണ്, ജനിച്ച നാട്ടിൽ സർപ്രൈസ് ആവുക എന്നുള്ള ഒരു ദുര്യോഗമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പൊ അതിൽ ഞാൻ പറയില്ല, അത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് CPM അവകാശപ്പെടാം. പാർട്ടി വോട്ടുകൾ അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ട് വേണം കാണാം. കാരണം ഇടത് മനസ്സുള്ള വോട്ടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി വോട്ടുകൾ എങ്കിലും പിടിച്ചു നിർത്തില്ലെങ്കിൽ അപമാനിതരാവും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്ക് അതിലെതിരെ അഭിപ്രായത്തില്ല. സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയും കൂടി രാഷ്ട്രീയമായ പോരാട്ടമാക്കി തന്നെ മാറ്റാലോ പാർട്ടിയായിട്ട്. അല്ലാണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിലയിരുത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോകാതെ എനിക്ക് ഇവിടെ സൂചിപ്പിച്ച് നോക്കൂ. 9.5 വർഷത്തെ അത്ഭുതപരമായ നേട്ടങ്ങൾ. എന്താണ് ആ അത്ഭുതം? ആ അത്ഭുതം കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ 500 കോടി രൂപ പദ്ധതി വിധം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, നിലമ്പൂർ ആദിവാസി സമൂഹം ഒട്ടേറെ ഉണ്ട്. ആ ആദിവാസി സമൂഹത്തിന് അവകാശപ്പെട്ട 112 കോടി രൂപ വെട്ടിക്കളഞ്ഞു എന്നാണ് രണ്ടാമത്തെ അത്ഭുതം. മൂന്നാമത്തെ അത്ഭുതം എന്താ? വന്യമൃഗാക്രമണത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെടുത്ത് അവിടെ ഒരു തരത്തിൽ പരമ്പരാഗതമായ രീതിയിലോ ആധുനികമായ രീതിയിലോ ഒരു പ്രവർത്തനവും നടത്താതെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ വെറും 25-30 കോടി രൂപ മാത്രം ചെലവാക്കിയിട്ട് മനുഷ്യനെ മരണത്തിന്റെ വിധിക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മൂന്നാമത്തെ അത്ഭുതം. പിന്നെ അദ്ദേഹം പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പുതിയ കെട്ടിടങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചെമ്പൂച്ചിറ മറക്കരുത്. 3.25 കോടി രൂപ ചെലവാക്കി ചെമ്പൂച്ചിറ വീടുകളുടെ സ്കൂൾ ഉണ്ടാക്കിയപ്പോൾ അതെങ്ങനെയാണ് തകർന്നു വീണത് എന്ന് മറക്കരുത്. എനിക്ക് എന്തായാലും സന്തോഷമുണ്ട്. ജയ്ക്ക് ഈ ദേശീയപാത എന്ന് പറയുന്ന അത്ഭുതത്തെ കുറിച്ച് പറയുന്നില്ല. CPMന്റെ പ്രതികളൊക്കെ ആ അത്ഭുതം മറന്നുപോയി. 8ാമത്തെ അത്ഭുതമാക്കി പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ നിന്നതാണ്. പക്ഷെ ആ 8ാമത്തെ അത്ഭുതം അവർ റദ്ദാക്കി കളഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. കാരണം മലപ്പുറത്ത് തന്നെയാണ് കൂരിയാട്. അവിടെ ചെന്നാൽ കാണാം. ഇനി ഇന്നലെ രാവിലെ പോലും നമ്മൾ ഇത് തകർന്നു വീഴുന്ന സാഹചര്യം കണ്ടു. അപ്പൊ ആ അത്ഭുതം ഇവരിപ്പോ പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ്. പിണറായി വിജയന് 10 വർഷമാകുമ്പോൾ പോലും ആ 4 ലക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. ശരി ശരി ശ്രീ യുവരാജ് ഗോകുൽ, ഇതിപ്പോ ഇടതു മുന്നണിയും അതിനോടൊപ്പം തന്നെ UDF-ഉം വളരെ കൃത്യമായി അവരുടെ വോട്ട് എവിടെയും മാറിക്കുത്തരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ ഇപ്പൊ UDF നോക്കുകയാണെങ്കിൽ ലീഗ് ഇത്രത്തോളം പണിയെടുത്തിട്ടുള്ളൂ. ഇപ്പൊ PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച ഇലക്ഷനിൽ പോലും ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിന് ഇത്ര പ്രായമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ ഈ മഴയത്ത് പലയിടങ്ങളിൽ, നിലമ്പൂരിൻ്റെ പലയിടങ്ങളിൽ കയറി ചെന്ന് വോട്ട് നേരിട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം കണ്ടു. അങ്ങനെ UDF-ന്റെ സംവിധാനം വലിയ തോതിൽ അവിടെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. LDF-ന്റെ സംഘടനാ സംവിധാനം വളരെ മികച്ച രീതിയിൽ, എം സ്വരാജ് എന്ന് പറയുന്നത് LDF-ന്റെ സംഘടനാ സംവിധാനത്തിന് അനിഷേധനായ നേതാവാണ്. ആ നിലയിൽ പണിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഉള്ളതൊരു കൈപ്പേറിയ അനുഭവമാണ്. 10,000-4,000 വോട്ട് കയ്യിൽ നിന്ന് പോയൊരു പശ്ചാത്തലമുണ്ട്. അതെങ്കിലും തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയ അധ്വാനം ആവശ്യപ്പെടുന്ന ഒന്നാണ്. നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണ്? അല്ല മാധു, നമുക്ക് തുടക്കത്തിൽ അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മറച്ചു വയ്ക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. തുടക്കത്തിൽ അത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഫോക്കസ് കൊടുത്തിരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിന് മുന്നോടിയായിട്ട് വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളെയും കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ആവുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘടനാപരമായി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോവുക എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. കാരണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ കോടതിയിൽ വരെ പോകും.
അത് നടത്തപ്പെടില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിലെ BJPയുടെ എല്ലാ സമുന്നതരായ നേതാക്കളും നിലമ്പൂരിലെത്തുകയും അവിടെ കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനവും പ്രചരണവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയോട് എത്തിയിട്ടുണ്ട്, ശ്രീ ജോർജ് കുര്യൻ എത്തിയിട്ടുണ്ട്, ശ്രീ വി മുരളീധരൻ എത്തിയിട്ടുണ്ട്, ശ്രീ കെ സുരേന്ദ്രൻ എത്തിയിട്ടുണ്ട്, ശ്രീ MT രമേശ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങി കേരളത്തിലെ എല്ലാ BJP നേതാക്കളും അവിടെ എത്തുകയും പലരും അവിടെ ക്യാമ്പ് ചെയ്യുകയും സ്ഥാനാർത്ഥിയുടെ ഏറ്റവും മികച്ച പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനം തന്നെ അവിടെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്ന വോട്ടിനൊരു പരിധിയില്ലേ? അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ യാഥാർത്ഥ്യ ബോധം അവിടുത്തെ ഇത്രയും ഒരു ടൈറ്റ് ഫൈറ്റ് രണ്ട് മുന്നണികൾ തമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് ശക്തരായ മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ മൂന്നാം കക്ഷിയായിട്ട് അവിടെ എത്തുന്നവർക്ക് തീർച്ചയായിട്ടും പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാമായിരുന്നു. തീർച്ചയായിട്ടും തുടക്കത്തിൽ അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നതും. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മൊത്തത്തിൽ മാറി മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. 6-7 മാസങ്ങൾക്ക് മുമ്പ് PDPയെ കുറിച്ചിട്ട് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഈ രണ്ട് കക്ഷികളും മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന കക്ഷികളാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ മാസത്തിലോ മറ്റോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിവിടെ വായിക്കാം. അപ്രതീക്ഷിതമായിട്ട് വന്നുകൊണ്ടാണ് അത് പെട്ടെന്ന് വായിക്കാൻ കഴിയാതെ പോയത്. അതുപോലെ തന്നെ കോൺഗ്രസും മറുവശത്ത് നിന്ന് ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എടുത്തിരുന്ന കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചിരുന്നവർ ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കേരള പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്. ആ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികൾക്കും ഈ ഭാരതത്തില് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന രണ്ട് കക്ഷികളെ മാറി മാറി പിന്തുണയ്ക്കുവാനും അവരെ വൈറ്റ് വാഷ് അടിച്ചു കൊടുക്കുവാനും യാതൊരു മടിയുമില്ല എന്നുള്ള ഒരു സത്യം വെളിവാകുന്ന ഒരു ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി അങ്ങനെയൊക്കെ ആരോപിക്കാം, പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും വോട്ട് കൊണ്ടുവരുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ തന്നെ ആയിരിക്കില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്നത് അവിടെയാണെന്ന്. കാരണം നിങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വെൽഫെയർ പാർട്ടി ഇതുപോലെ തന്നെ UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതേ VD സതീശൻ പറഞ്ഞത് ഞങ്ങൾ ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല, അവര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ SDP ആയാലും ശരി, ജമാഅത്തെ വെൽഫെയർ പാർട്ടി ആയിരുന്നാലും ശരി, വെൽഫെയർ പാർട്ടി പറഞ്ഞല്ലോ അന്ന് ഞങ്ങൾ ആരുടെയും പിന്തുണയൊന്നും സ്വീകരിക്കുന്നില്ല, അവരെ വോട്ട് ചെയ്യുന്നെങ്കിൽ വോട്ട് ചെയ്തിട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാര് 6-7 മാസങ്ങൾ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് മലപ്പുറത്തേക്ക് എത്തുന്ന സാഹചര്യം എത്തിയപ്പോഴേക്കും അവർ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഏറ്റവും നല്ല സംഘടനയാണ് എന്നുള്ള തലത്തിലേക്ക് അവരുടെ നിലപാട് മാറ്റുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഈ പോവുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വെൽഫെയർ പാർട്ടി UDFന്റെ അകത്തുള്ള ഒരു ഘടകകക്ഷിയാവും മലപ്പുറത്ത് ഏതെങ്കിലും ഒരു സീറ്റ് അവർക്ക് മത്സരിക്കാൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ തിരിച്ച് ഇനിയിപ്പോ PDP LDFന്റെ ഘടകകക്ഷിയാവുകയും അവരിവിടെ മലപ്പുറത്തെ ഒരു സീറ്റ് മത്സരിക്കുന്ന സാഹചര്യം നമ്മൾ വീണ്ടും കാണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. കേരളത്തിലെ പൊതുജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPയുടെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയും നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രസക്തിയും അവിടെ തന്നെയാണ് കടന്നു വരുന്നത്. ശരി, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇപ്പോ നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷം അവിടെ കേരളത്തിന്റെ വികസന കുതിപ്പിന് സമാനമായി അവിടെ LDFന്റെ ഭാഗമായിരുന്നല്ലോ PV അൻവർ. അത്തരത്തിലുള്ളൊരു വികസനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് LDFന്റെ വികസന കാഴ്ചപ്പാടിന്റെ പ്രതിഫലനം എന്ന നിലയ്ക്ക് നിലമ്പൂരുകാർ കാണുകയാണ് എങ്കിൽ അത് ഭരണം നടത്തുന്ന മുന്നണിക്ക് സാധ്യമായ മുന്നണിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള നടപടികളും വികസനവും ഒക്കെയാണ് എങ്കിൽ ആ മുന്നണിക്കൊപ്പം രാഷ്ട്രീയ ചിന്ത, ആ മുന്നണിക്കൊപ്പം വോട്ട് എന്നായിരിക്കില്ലേ നിലമ്പൂരുകാർ ചിന്തിക്കുക? അത് നിലമ്പൂരിലെ ജനങ്ങളുമായിട്ട് നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ. ഞാൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹം ജനപ്രതിയായി, LDFന്റെ ഭാഗം ജനപ്രതി. പക്ഷേ LDF സർക്കാരിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിന്റെ പല ആവശ്യങ്ങൾക്കും അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങൾ ഗവൺമെന്റ് നൽകിയിട്ടില്ല. അദ്ദേഹം ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് മുടക്കി നടത്തിയൊരു ജനപ്രതിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ PV അൻവർ എന്ന് പറയുന്ന ഒരു മിടുക്കനായ ഒരു നേതാവിനെ LDF തിരഞ്ഞു പിടിച്ച് അവർ മത്സരിപ്പിച്ച് അവർക്കൊരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി അന്ന് PV അൻവറിനെ ഉപയോഗിച്ചു. PV അൻവർ നിന്നും മത്സരിച്ചു, ആ സീറ്റ് പിടിച്ച ആ മിടുക്കൻ.
ആ മിടുക്കൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സത്യസന്ധനും നീതിമാനുമാണ്. അദ്ദേഹം പറഞ്ഞു കൊള്ളാം, പക്ഷെ ഗവൺമെന്റ് ഇങ്ങനെ പോകാൻ പാടില്ല, ചില കാര്യങ്ങളിൽ തിരുത്തൽ വേണം, ചിലരെ നിയന്ത്രിക്കണം എന്ന് ശ്രീ പി വി അൻവർ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുഭവീതനായി എന്നുള്ളതാണ് സത്യം. പിന്നെ പി വി അൻവർ ജനപ്രതിയായിരുന്ന അദ്ദേഹം ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നിരന്തരമായി അദ്ദേഹം അത് അല്ലെങ്കിൽ ഗവൺമെന്റ് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ടായി. അത് UDF ആണ്, LDF ആണ്. ഒരു ജനപ്രതി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗം നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം, ആ നികുതി പണം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അർഹതപ്പെട്ടതാണ്. അത് വാങ്ങിച്ചെടുത്തിട്ട് അദ്ദേഹം ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് പി വി അൻവർ എന്ന് പറഞ്ഞ ആ ജനപ്രതിനിധി മിടുക്കാണ്, കഴിവാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഇവിടെ LDF-ഉം UDF-ഉം അല്ലെങ്കിൽ മത്സരിക്കുന്നു എന്നുള്ളതല്ല ഒരു വിഷയം. ഇത് പി വി അൻവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന, രാഷ്ട്രീയമില്ലാത്ത, ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുന്ന, അദ്ദേഹം മുസ്ലിം ആയിരിക്കാം, പക്ഷെ അദ്ദേഹം മുസ്ലിമിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ ഒരാളല്ല. അദ്ദേഹം മുസ്ലിമിന് വേണ്ടി മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന ഒരു ജനനേതാവാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല സ്ഥാപനങ്ങളിലും ഒക്കെ പോയി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്, ഞാൻ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ഒരു പുരോഹിതനോട് പറഞ്ഞു, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രശ്നമുണ്ടായി, ആ മരുതപ്പള്ളിയിൽ ഒരു ശവമടക്കമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. വിഷയം എന്താ? അവിടെ ആ മരുതപ്പള്ളിയിൽ അവിടെ കല്ലറയില്ല. അവിടെ കല്ലറയില്ലാത്തപ്പോൾ എങ്കിലും ആ ഇടവകയിൽപ്പെട്ട ഒരാളിനെ അവിടെ കൊണ്ടുപോയി, മരിച്ച ആളിനെ അദ്ദേഹത്തിന്റെ പൊതുശരീരം ആ പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ഫൊറോന കീഴിലുള്ള അല്ലെങ്കിൽ ശവക്കല്ലിനടുത്ത് കൊണ്ടുപോയി അടക്കുക എന്നുള്ളതാണ് നടപടി. അപ്പൊ അതിന് ശ്രമിച്ചപ്പോൾ അവിടെ RSS-ഉം അവിടെ അന്നത്തെ MLA ആയിരുന്ന പ്രിയപ്പെട്ട ആര്യാടൻ സാർ ഒന്നിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർത്തു. എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ഒരു ശവശരീരത്തോട് പോലും നീതി പുലർത്താത്ത ആളുടെ മകനാണ് ഇപ്പോൾ മത്സരിക്കുന്നതെന്ന് പുരോഹിതൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ എന്താ പറയുക അത് ആ പുരോഹിതൻ പറഞ്ഞു തന്നെ വെച്ചാൽ, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഒരു വ്യക്തിപരമായ ഒരു ആരോപണം കൂടിയാണ്, അത് ഉന്നയിക്കേണ്ടതാണോ എന്നുള്ളത് അങ്ങയുടെ വിവേചന ബുദ്ധി അനുസരിച്ച് തീരുമാനിക്കേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായവുമാണ് അത്. സ്വാഭാവികമായും രാജു പി നായർ അതിന് മറുപടി പറയുകയും ചെയ്യും. ശ്രീ ജെക്സി തോമസ്, ഇപ്പോൾ M സ്വരാജിനെ കൊണ്ടുവന്നത് പാർട്ടി ചിഹ്നത്തിൽ കുത്തുന്ന വോട്ടുകൾ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കുത്തുന്ന വോട്ടുകൾ എങ്കിലും ചോരാതിരിക്കാനാണ് എന്നുള്ളതാണ് ശ്രീ രാജു പി നായർ നേരത്തെ പറഞ്ഞത്. അങ്ങനെ പാർട്ടി വോട്ടുകളെ പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെ നിലമ്പൂരിൽ CPM-ന് ഇടതുമുന്നണിക്ക് ഒരു വെല്ലുവിളിയാണോ? അതെ, ഞാനതിൻ്റെ മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ സ്വാഭാവികമായിട്ട് അങ്ങക്ക് സമയം അനുവദിക്കാൻ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആങ്കർ എന്ന നിലയിൽ അങ്ങയുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ചില ആക്ഷേപങ്ങളുണ്ട്, ചില മര്യാദഘട്ട വർത്തമാനങ്ങളുണ്ട്. അതിനോട് അതേ നാണയത്തിൽ അങ്ങ് ഭയപ്പെടേണ്ടതില്ല. ഞാൻ അതേ നാണയത്തിൽ ആരോടും പ്രതികരിക്കാറില്ല, ഇദ്ദേഹത്തോട് പ്രതികരിക്കാനൊട്ടും ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ വസ്തുതകൾ കൊണ്ട് ചില കാര്യങ്ങളെ തുറന്നു കാട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർവ്വസ്വീകാര്യനായ സ്ഥാനാർത്ഥിത്വം അതിൽ പരിഭ്രാന്തി പൂണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹം പല വിധത്തിലുള്ള ആക്ഷേപങ്ങളും, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യമധ്യാന്തം നമുക്ക് കേൾക്കേണ്ട വന്ന പല ആക്ഷേപങ്ങളും ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസത്തിലും അദ്ദേഹം യാതൊരു വിധത്തിൽ മര്യാദയുമില്ലാതെ ഇവിടെ വന്ന് ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു, മനുഷ്യനൊരു മഴക്കാടെന്നതുപോലെ അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു മഹാസമുദ്രം എന്നതുപോലെ സ്വീകരിക്കാൻ എത്തിയ കാഴ്ച അല്പമണിക്കൂറുകൾക്ക് മുമ്പ് മറഞ്ഞു പോയിട്ടും അദ്ദേഹം പറയുന്നു ഇതൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു, നാടുമായി ബന്ധമില്ലാത്തയാളാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന നുണകൾ. എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി? അക്കമിട്ട് എത്രയോ തവണ നമ്മൾ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ്. KSUവിന് ദീർഘകാല വിജയപാരമ്പര്യം മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കോളേജാണ് അദ്ദേഹത്തിന്റെ വീടിന് അല്പ കിലോമീറ്ററുകൾക്ക് മാത്രം അപ്പുറമുള്ള ചുങ്കത്തറ മർത്തോമ കോളേജ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നല്ല തന്നെ, എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പം നിർബന്ധമായും ചുങ്കത്തറയിലെ മർത്തോമ കോളേജ് അദ്ദേഹം കണ്ടിട്ടുണ്ടാകും. ആ കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ദീർഘകാല വിജയപാരമ്പര്യം ഏത് സംഘടനയ്ക്കായിരുന്നു? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യമുള്ള KSUവിനായിരുന്നു. KSU എങ്ങനെ ചുങ്കത്തറ മർത്തോമ കോളേജിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ പരാജയപ്പെട്ടു? M സ്വരാജ് എങ്ങനെ അവിടെ നിന്ന് വിജയിച്ചു? അവിടെ നിന്ന് എങ്ങനെ സർവകലാശാലയുടെ യൂണിയൻ ചെയർമാന്റെ തലപ്പത്തേക്ക്, കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിയൻ ചെയർമാന്റെ തലപ്പത്തേക്ക് സ്വന്തം നാട്ടിലെ KSUവിനും കോൺഗ്രസ് ആഭിമുഖ്യത്തിനും ദീർഘകാലം പേര് കേട്ടൊരു കോളേജിൽ നിന്ന് എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു? സമയം കിട്ടുമ്പോൾ ഇതൊക്കെ വെറുതെ നടന്നിട്ട് കാര്യമില്ല. കോളാമ്പിയുടെയും ബൈക്കിന്റെയും എണ്ണമെടുത്തും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മാത്രം പരിശോധിച്ചിട്ടും കാര്യമില്ല. നാട്ടിലിറങ്ങി 4 പേരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ചിരുന്ന KSUവിന്റെ സമുന്നത നേതൃത്വം, അന്തസ്സുള്ള സമുന്നത നേതൃത്വം, അവർ ഈ കാലയളവിൽ ഇതേ മണ്ഡലത്തിൽ വന്നിട്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ സമയം കിട്ടുമ്പോൾ ഇപ്പോഴും കോൺഗ്രസ് ആയിരിക്കുന്ന, ഇപ്പോഴും KSU ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അടിയുറച്ച് വിശ്വസിക്കുന്ന അന്തസ്സുള്ള ചില മനുഷ്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം സർപ്രൈസുകാരനായിരുന്നോ?
ജനിച്ച സമയത്ത് തന്നെ നാട് വിട്ട് നാട്ടിലെ മനുഷ്യന്മാരുമായി ബന്ധമില്ലാതെ പോയതായിരുന്നോ? അതോ ജനിച്ച മണ്ണിൽ തന്നെയുള്ള കലാലയത്തിൽ പഠിച്ചു വളർന്ന് അവിടെയുള്ള കോൺഗ്രസ് ആഭിമുഖ്യത്തിന്റെ നെടുങ്കൻ കോട്ടകളെ തകർത്തെറിഞ്ഞ് ആ കലാലയത്തിൽ നിന്ന് സർവകലാശാല യൂണിയൻ ചെയർമാന്റെ തലപ്പത്തേക്കും അവിടെ നിന്ന് പിന്നീട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് CPIM-ന്റെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഒക്കെ വളർന്നു വന്ന പാരമ്പര്യം ആരെക്കുറിച്ചുള്ളതാണ് എന്ന് സമയവും സൗകര്യവും കിട്ടുമ്പോൾ കോളാമ്പിയും മൈക്കും ഒക്കെ എണ്ണിക്കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ പോയി തിരക്കി നോക്കണം. അന്നേരം പറയും ആരായിരുന്നു സഖാവ് എം സ്വരാജ് നിലമ്പൂരിനും പോത്തുകല്ലിനും ചുങ്കത്തറയ്ക്കും ഒക്കെ ഉള്ളതെന്ന് അങ്ങേക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെ വീണ്ടും പറയുകയാണ്, സമയം കിട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞു 4.5 ലക്ഷം വീട്. എനിക്കൊരു പരാതിയില്ല. ഇതൊക്കെ എത്ര തവണ നിയമസഭാ രേഖകളുടെ ആധികാരികതയോടുകൂടെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അങ്ങയുടെ സഹപ്രവർത്തകനായ മറ്റൊരു ആങ്കർ മാതൃഭൂമിയിൽ തന്നെ ചെയ്ത പരിപാടിയിൽ അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ തറക്കല്ലിടൽ വിദഗ്ധനായിരുന്ന നേതാവിന്റെ കാലയളവിൽ എത്ര 1000 വീടുകളാണ് കേരളത്തിൽ 5 വർഷം കൊണ്ട് ആകെ പണിതത് എന്നുള്ളത്. ഇപ്പോഴെന്താണ് ആ 5 ലക്ഷം വീട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലയളവിൽ പണിത ലൈഫ് മിഷൻ പിരിച്ചുവിടും അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതല്ലേ നിങ്ങൾ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട നിങ്ങളെ പിരിച്ചുവിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷനെ സംബന്ധിച്ചില്ല നിങ്ങൾ പറഞ്ഞത് 1000 ആരാക്കി, 800 ആരാക്കി, 1200 ആരാക്കി. ഒക്കെ ഞങ്ങളുടെ നേതാവ്. തറക്കല്ലിട്ടത് ഞങ്ങൾ, പെൻഷൻ വർദ്ധിപ്പിച്ചത് ഞങ്ങൾ. ഇതൊക്കെ നേരാണ്. പക്ഷെ ഒരു അരക്കാശ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ടില്ല. എത്ര തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര ആവർത്തി വേണമെങ്കിൽ ഈ നുണകളൊക്കെ പറഞ്ഞോ. ഇതൊക്കെ നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എന്താണ്? ഒറ്റ കണക്ക് പറഞ്ഞ ആ കാര്യത്തോടുള്ള എന്റെ പ്രതികരണം ഞാൻ അവസാനിപ്പിക്കാം. 2011-16 ഈ കാര്യങ്ങളിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്ന നേതാവ് കേരള മുഖ്യമന്ത്രിയായി ഇവരെ നയിച്ചിരുന്ന കാലം ആകെ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് കൊടുത്തിരുന്നത്? സർക്കാർ രേഖകൾ പറയുന്നു 9,112 കോടി രൂപ അല്ലേ? ആകെ 5 വർഷം കൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തത് ഇവർ ഇത്രയുമായിരുന്നു. 2016-21 ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. എത്ര കോടി രൂപയാണ് കൊടുത്തതിലുണ്ടായിരുന്നത്? 35,154 കോടി രൂപ 2016-21 കാലയളവിൽ പെൻഷനായി 62 ലക്ഷം പേർക്ക് കൊടുത്തു. ഒക്കെ വർദ്ധിപ്പിച്ചത് നിങ്ങളാണ് എന്ന് ലക്ഷക്കണക്കിന് കാശ് മുടക്കി ക്യാമറകളെയും തലങ്ങും വിലങ്ങും വെച്ച് ഷൂട്ട് നടത്തി റീൽസ് ഉണ്ടാക്കി ഇട്ടിട്ട് നിങ്ങളൊന്ന് പറ, 9,000 കോടി കൊടുത്ത UDF ആണോ? 5 വർഷം കൊണ്ട് 35,000 കോടി കൊടുത്ത പിണറായി ആണോ നിലമ്പൂരിലെയും കേരളത്തിലെയും സാധാരണക്കാരായ ജനങ്ങളെ കൈപിടിച്ചാനയിച്ചത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഉറക്കം നടിക്കുന്നവരെ എനിക്ക് ഉണർത്താൻ കഴിയില്ല. മറിച്ച് യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക്, തലയിൽ ആൾതാമസമുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ജീവിതാനുഭവങ്ങൾ അവരെ ചില തീരുമാനങ്ങളിലേക്ക് നയിക്കും. അതിന്റെ പ്രതികരണമാണ് ഈ മണ്ഡലത്തിലും കേരളത്തിലും എമ്പാടും ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പിന്നെയും വ്യക്തിപരമായ ചില ആക്ഷേപങ്ങൾ പറയുന്നു. ഞാൻ മറ്റെല്ലാ കാര്യങ്ങളിലേക്ക് പോകുകയല്ല. ആദിവാസി സമൂഹത്തെ ഒറ്റക്കാരിയുടെ അത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതിന് എല്ലാ കാര്യത്തിനും ഞാൻ മറുപടി പറയുന്നതിൽ എനിക്ക് സമയം വേണ്ട. ആദിവാസി സമൂഹത്തെക്കുറിച്ചും പട്ടികവർഗ സമൂഹത്തെക്കുറിച്ചും കോൺഗ്രസ് നേതാവ് പറയുകയാണ് എത്രയോ കോടി രൂപ കേരളത്തിലെ ഇടതുപക്ഷം തട്ടിച്ചുവെന്ന്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഒറ്റ വാചകമേ ഉള്ളൂ. ഐക്യ കേരളത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ 11 വയസ്സുകാരനായ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ആദിവാസിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞ, അതിനുവേണ്ടി ന്യായീകരണം ചമച്ച ആ പോലീസുകാർക്ക് പതക്കം കൊടുക്കാൻ തീരുമാനിച്ച നിങ്ങൾക്കാണോ നിലമ്പൂരിലെയും കേരളത്തിലെയും അധസ്ഥിത വിഭാഗത്തോട്, നിസ്വരായ മനുഷ്യരോട് സ്നേഹം? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ പാവങ്ങളായ ആദിവാസികളെയും നിസ്വരായ മനുഷ്യരെയും പട്ടികവർഗക്കാരെയും വെടിവെച്ച് കൊന്നുകളയും, പഞ്ചസാര ഒഴിച്ച് കത്തിച്ചുകളയും. അതിന്റെ ചലച്ചിത്ര സാക്ഷ്യം ഈ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നതാണല്ലോ. ആ വാർത്തകളുടെ തുടർച്ചയിലാണ് അതിന്റെ ചലച്ചിത്ര സാക്ഷ്യം. നരിവേട്ട എന്ന പേരിൽ സിനിമയെ ഇറങ്ങിയതല്ലേ? നിങ്ങൾക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നല്ലോ. അതാണ് നിങ്ങൾ. അവരെ കൈപിടിച്ച് ആനയിച്ചവരാണ് നിങ്ങൾ. അവരുടെ ജീവിതാനുഭവത്തിൽ അവർ വിലയിരുത്തട്ടെ. നിലമ്പൂരിനും കേരളത്തിനും ആദിവാസികളെയും പട്ടികവർഗക്കാരെയും വെടിവെച്ച് കൊന്നുകളഞ്ഞ കോൺഗ്രസ് വേണോ? അവർക്ക് തന്റെ ഇടമുള്ള, തന്റേതായ ഇടം ഒരുക്കി കൊടുക്കുന്ന, അവർക്ക് പട്ടയം ലക്ഷോപലക്ഷം വിതരണം ചെയ്യുന്ന കൈപിടിച്ചാനയിച്ച ഇടതുപക്ഷം വേണോ? അവർ തീരുമാനിക്കട്ടെ. അതാണ് നിങ്ങളുടെ ആക്ഷേപത്തെ. രാജു, പിന്നെ അതിൽ ശ്രീ ജെക്സി തോമസ് പറഞ്ഞൊരു കണക്ക് എന്ന് പറയുന്നത് 11-16 9,116 കോടി രൂപയാണ് ആകെ സാമൂഹ്യക്ഷേമ പെൻഷനുമായി വിതരണം ചെയ്തത്. അത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് 35,000 കോടി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാർ രേഖയാണ് എങ്കിൽ അതിൽ പിന്നെ തർക്കമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഹചര്യം. കാരണം കൊടുത്തതിന്റെ എത്രയോ ഇരട്ടി 5 വർഷങ്ങളുടെ ഇടവേളയ്ക്കുള്ളിൽ LDF സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അങ്ങനെ ഒരു കണക്ക് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ സാധിക്കുക? മറ്റൊന്ന്, ഇപ്പോൾ നിലമ്പൂരിൽ പിന്നാക്ക മേഖലയിലുള്ളത് എന്ന് നമ്മൾ സർക്കാർ രേഖകളിൽ എഴുതി ചേർത്തിരിക്കുന്ന മനുഷ്യർ ധാരാളമുള്ള മേഖലയാണ്. അവിടെയാണ് അദ്ദേഹം പറയുന്നത് ആ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്, അവരെ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ ആക്രമിച്ചിട്ടല്ലേ ഉള്ളൂ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. മധു, എനിക്ക് അത് ആവശ്യമായ സമയം തന്നെ. ഒന്ന്, ജെയ്സി തോമസും മൈക്കിൻ്റെ കോളാമ്പിയുടെ കാര്യമുണ്ട്. അങ്ങ് ഇത്രമാത്രം അസ്വസ്ഥനാവരുത്. ഞാനത് പറഞ്ഞത്
ഈ കൊട്ടിക്കലാശത്തെ സംബന്ധിച്ച് മാധു ചോദിച്ചപ്പോൾ ആ മൈക്കിൻ്റെ വാട്സിൻ്റെ ഇതിലല്ല രാഷ്ട്രീയം തീരുമാനിക്കുന്നത് മാധുവിനാണെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ജയിക്കിന് വല്ലാതെ കുറ്റബോധം മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് പുള്ളിയെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്നുള്ളത് ബോധമുണ്ട്. അതുകൊണ്ട് അതങ്ങ് തിരുത്തുക. ഞാനതെല്ലാം ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം, ഞാൻ എം സ്വരാജിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 15 ദിവസം നിലമ്പൂരുണ്ടായതുകൊണ്ട് എം സ്വരാജിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും. മാർത്തോമ കോളേജിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ജയിക്ക് അതിനേക്കാൾ നല്ലതായിട്ട് ഞാൻ 5 വർഷം ഞാൻ തൃപ്പൂണിത്തറക്കാരനാണ് ജയിക്കെ. 5 വർഷം എം സ്വരാജ് ഞങ്ങളുടെ MLA ആയിരുന്നു. ഒരു MLA എന്ന രീതിയിൽ എത്രമാത്രം വലിയ പരാജയമാണെന്ന് നേരിട്ടറിയാവുന്ന ആളാണ് ഞാൻ. കണക്ക് വെച്ച് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. ഇനി ഞാൻ സമ്മതിക്കേണ്ട, നിങ്ങൾ എന്തിനായിരുന്നു തൃപ്പൂണിത്തറ മുൻ ഏരിയ സെക്രട്ടറി CN സുന്ദരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനാണ് നിങ്ങൾ പുറത്താക്കിയത്? അതോടൊപ്പം എത്രയോ അധികം നേതാക്കന്മാരെ മാറ്റി നിർത്തിയത്. അവരിൽ പലരും കോൺഗ്രസിലേക്ക് വന്നു. CN സുന്ദരനെ കഴിഞ്ഞ സമ്മേളന കാലത്താണല്ലോ തിരിച്ചെടുത്തിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് പോയത്. എന്തിനാ 2021 നിങ്ങൾ പുറത്താക്കിയത്? ഈ എം സ്വരാജിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരില്ലേ? അപ്പൊ എവിടെ നിലമ്പൂരിൽ നിന്ന് തൃപ്പൂണിത്തുറ വന്ന് മത്സരിച്ച് 5 വർഷം കൊണ്ട് വിമത പ്രവർത്തനത്തിന്റെ ഭാഗമായി അവസാനം ആ വിമത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പരാജയപ്പെടുത്തപ്പെട്ടു എന്ന്, അതുകൊണ്ടൊന്നും അല്ല പരാജയപ്പെട്ടെന്നുള്ള വസ്തുത ഞാൻ വേണേൽ പറയാം. അപ്പൊ നിങ്ങളുടെ പാർട്ടിക്ക് പോലും അനഭിമതനായിരുന്ന ആള് എം സ്വരാജിനെ ഞാൻ വിമർശിച്ച നിങ്ങളെന്തിനെ എത്രമാത്രം കുറ്റപ്പെടുന്നത്? പിന്നെ അങ്ങ് ലോക്കൽ കമ്മിറ്റി മെമ്പർ അദ്ദേഹം VS പക്ഷത്തും പിണറായി പക്ഷവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ പിണറായി പക്ഷത്തിൽ നിന്ന് നിലമ്പൂര് മത്സരിച്ച് അവിടുത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആള് കൂടിയല്ലേ സ്വരാജ്. അപ്പൊ നിങ്ങൾ ഈ മഹത്വം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിൽക്കാലം ഞാൻ പഠിച്ചിട്ടുണ്ട്. ജയിക്ക് പഠിച്ചിട്ട് വേണം അത് പറയാൻ, അല്ലെങ്കിൽ സെൽഫ് ഗോൾ ആയി പോകും എന്ന് മാത്രം ഞാൻ അങ്ങനെ ഓർപ്പിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ആദിവാസി സമൂഹത്തെ കുറിച്ച് പറഞ്ഞു മാധു. നിങ്ങളുടെ ക്യാമറാമാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മുണ്ടേരി ഫാമിലെ ആദിവാസി കോളനി സമൂഹത്തിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ആരാന്നറിയോ? 2010 പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഏകദേശം 100 കണക്കിന് ആദിവാസികൾ ടാർ ഷീറ്റ് അടിച്ച് ടർപ്പായി അടിച്ച് അവിടെ കിടക്കും. ഞങ്ങൾ ചെന്ന ആദ്യത്തെ വീട് എവിടെയാണെന്നറിയോ? ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 1.5 മാസമായിട്ടില്ല. ഈ നാട്ടിലെ ലോകത്തുള്ള മുഴുവൻ മലയാളികളും ആ കവളപ്പാറയിലും മറ്റുള്ളിടത്തും എല്ലാം ദുരന്തം നടന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പണം കൈയയച്ച് സഹായം ചെയ്ത് കൊടുത്തതാണ്. ആ പണം മുഴുവൻ CMDRF പെടുത്തിയിട്ട് 100 കണക്കിന് വീട്, നിങ്ങളുടെ ക്യാമറമാൻ്റെ അതിന്റെ വിഷ്വൽസ് ഉണ്ടാവല്ലോ, എടുത്തൊന്ന് കാണിക്ക്. 100 കണക്കിന് മനുഷ്യർ ഇന്ന് വെറും നീല ടർപ്പായി അടിച്ച് അതിനകത്ത് കിടക്കുക. എന്നിട്ട് അവർ ഞങ്ങളോട് പറയുന്നതറിയോ? ഞങ്ങൾ ചൂട് കാരണം രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങി കിടക്കും. ഞങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്, എപ്പോഴാണ് ആന വരില്ല. കുടിവെള്ളം പോലും കിട്ടാൻ കോടതിയിൽ പോകേണ്ടി വന്ന ആദിവാസി സമൂഹം ഈ പിണറായി വിജയന്റെ കാലത്ത് ഈ കേരളത്തുണ്ടായി ഇല്ലേ? ഈ പിണറായി വിജയന്റെ കാലത്ത്. എന്നിട്ട് മേനി തടിക്കുകയാണല്ലേ. പിന്നെ വീട് ഭവന പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ മന്ത്രിയുടെ കണക്ക് ഞാൻ പറയാം ജയിക്കെ, കേട്ടോ. 1000-ത്തിനടുത്ത് വീടുന്നല്ലേ. നോക്കൂ, 16/5/2017 ചോദ്യം നമ്പർ 4003. അന്ന് KT ജലീൽ മറുപടി പറയാണ്. എത്രയാ? 2011-12 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2,75,038 വീട്. പട്ടികജാതി വികസന വകുപ്പ് മുഖേന 24,887 വീട്. പട്ടികവർഗ വകുപ്പ് മുഖേന 17,588. പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ 71,710. 40,000 ഫിഷറീസ് ഭവന പദ്ധതി. പിന്നെ മുനിസിപ്പാലിറ്റികൾ 12,938. പിന്നെ മറ്റ് ഇതിൽ 12,938. 4.5 ലക്ഷം വീട് 5 വർഷത്തെ കാലയളവിനുള്ളിൽ പണിതു കൊടുത്ത ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 10 വർഷമായിട്ട് 4 ലക്ഷത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ PR അല്ല, ഈ നിയമസഭയിൽ നിങ്ങളുടെ മന്ത്രിമാർ പറഞ്ഞ രേഖകൾ നിൽപ്പുണ്ട്. പെൻഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇതാണ് പിണറായി സർക്കാരിന്റെ അത്ഭുതവാമഹമായ നേട്ടം. ഈ അത്ഭുതാവഹമായ നേട്ടത്തെ നിലമ്പൂരിലെ ജനങ്ങൾ നല്ല കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും സ്ഥാനാർത്ഥിയെ. ഒറ്റ മിനിറ്റ്, ജേക്കിന് അതിൽ കൂട്ടിച്ചേർക്കാനുണ്ട്. ജേക്കബ്. അല്ല, തീർച്ചയായിട്ടും ഇദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അങ്ങ് ഇപ്പൊ കൊട്ടിക്കലാശത്തെ വിലയിരുത്തണം. എങ്ങനെ വിലയിരുത്തണം? അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഞാൻ കോട്ട് ചെയ്തത്. സാധാരണ കൊട്ടിക്കലാശത്തെ വിലയിരുത്താറുള്ളത് ഞാൻ പറഞ്ഞ കണക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ വഴങ്ങുന്നില്ല മാധു. ഞാൻ പറയുന്നില്ല, എന്റെ സമയം. ഒരു നിമിഷം ശ്രീ രാജു പിന്നാർ, ഞാൻ അങ്ങയോട് ചോദിച്ച കാര്യത്തിന് അങ്ങയിൽ നിന്ന് പര്യാപ്തമായതും അധിക സമയം എടുത്തു. അങ്ങ് ഒരു കാര്യം അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ വിവരിച്ചു വരികയായിരുന്നുകൊണ്ട് ഞാനത് കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ ദിവസം ഇടപെടേണ്ട എന്നുള്ളത് തന്നെയാണ് വിചാരിച്ചത്.
അതിനുശേഷം ഞാൻ അങ്ങയുടെ സമയം കവർന്നല്ല ജയിക്കിലേക്ക് പോയത്, മറ്റതിഥികളിലേക്ക് പോകേണ്ട സമയം എടുത്തുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് അതിലങ്ങ് ക്ഷമിക്കണം. ജയിക്ക് തുടരും. എന്റെ കണക്കിന് എന്തോ കൂട്ടിച്ചേർക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് അങ്ങ് പറഞ്ഞതിൽ എന്നാണ് ശ്രീ ജയ്ക്ക്. ഇത് ശരിയല്ല. എല്ലാവർക്കും തുല്യമായ സമയം വരും ശ്രീ സജി മഞ്ഞക്കടമ്പൻ വരും. ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അവസരത്തിൽ നിന്ന് എനിക്ക് വഴങ്ങി തന്നതല്ലാതെ എനിക്ക് നല്ല ധാരണയുണ്ട്. എന്തായാലും അദ്ദേഹം സംസാരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ല, ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ. കൊട്ടിക്കലാശത്തിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകൾ മുതൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പര്യടനം ഔദ്യോഗികമായി ആരംഭിച്ച നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണം വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കോളാമ്പിയുടെ കണക്കെണ്ണിയിട്ടും മൈക്കിന്റെ വാട്സ് നോക്കിയിട്ടുമല്ല ഈ കാര്യങ്ങളെ വിലയിരുത്തിയിട്ടുണ്ടെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജനസമുദ്രത്തിന്റെയും ജനസാന്നിധ്യത്തിന്റെയും അനുഭവങ്ങളെ വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്ത്, എന്നിട്ട് നിങ്ങൾ പറ. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് പറയാൻ മറുപടിയില്ല. ഞാൻ ലൈഫ് മിഷനിൽ ഇപ്പൊ മര്യാദകളല്ലേ അങ്ങേക്ക് തോന്നുന്നില്ലേ? തെറ്റുണ്ടോ? അല്ല, ഇതെന്തൊരു മര്യാദകേടാണ്. അതല്ലേ രാഷ്ട്രീയം? ഇതെന്തൊരു മര്യാദകേടാണ് അങ്ങ് കാണിക്കുന്നത്. അങ്ങേക്ക് മനസ്സിലാവേണ്ടതില്ലേ? ഇത് അങ്ങയുടെ KPCC യോഗം അല്ലല്ലോ. എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. നമ്മൾ ഇന്നത്തെ ദിവസം ഒരു ചർച്ച ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പറഞ്ഞില്ലാതാക്കാതിരിക്കുകയാണ് നല്ലത്. ശ്രീ ജെക്സി തോമസ്, ഇപ്പോ നിങ്ങളുടെ തന്നെ മന്ത്രി വ്യക്തമാക്കിയതുപോലെ KT ജലീൽ അന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയ കണക്കാണ് പറഞ്ഞത് അദ്ദേഹം. 2.25 ലക്ഷം രൂപ വീടുകൾ, അതിനുശേഷം 24,000 വീടുകൾ, 17,000 വീടുകൾ, 70,000 വീടുകൾ, ഈ നിലയ്ക്ക് വീടുകൾ കൊടുത്തിട്ടുണ്ട് 5 വർഷത്തിലെന്ന് നിയമസഭാ രേഖകളെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങേക്ക് മറുപടി പറഞ്ഞത്. അത് ഇത്രയേ ഉള്ളൂ. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ തിരുവനന്തപുരം മെട്രോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടന്നു. നിയമസഭയിൽ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു അത് തറക്കല്ലിട്ടത് ഞങ്ങളുടെ നേതാവാണെന്നുള്ളത്. തിരുവനന്തപുരം മെട്രോയെ സംബന്ധിച്ച് അങ്ങേക്കറിയാലോ, അങ്ങയുടെ സ്റ്റുഡിയോയിൽ നിന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ നിർദ്ദിഷ്ട സ്ഥലത്ത് വേണമെങ്കിൽ എത്താൻ കഴിയുമായിരിക്കും. ഒരു തറക്കല്ല് ഏതെങ്കിലും ഒരു പത്രാധിപർക്ക് കാണാൻ വേണ്ടി കഴിയുമോ? ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷം എന്ത് അഭിമാനകരമായ കാര്യം നിർവഹിച്ചാലും അതിന്റെ തറക്കല്ലിട്ടത് ഞങ്ങളാണ്, അതിന്റെ ആശയം ഞങ്ങളുടേതാണ്, അതിന്റെ കണ്ടുപിടുത്തം ഞങ്ങളുടേതാണ്. ഇമാതിരി ഏർപ്പാടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ അങ്ങ് കണ്ടതല്ലേ? ലക്ഷക്കണക്കിന് രൂപ മുടക്കി അഭിനവ കോൺഗ്രസ് നേതാക്കന്മാർ അവകാശപ്പെടുന്ന ഒരു സംഘം 1000 ആക്കിയത് ആരാണ്? അത് ഞങ്ങളാണ്. 1100 ആക്കിയത് ആരാണ്? അത് ഞങ്ങളാണ്. 1200 ആക്കിയത് ആരാണ്? അത് ഞങ്ങളാണ്. എന്നിട്ട് എത്ര കൊടുത്തു? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? 5 വർഷം കൊണ്ട് കൊടുത്തത് 9,111. ഞാൻ ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറയുന്നില്ല. അതിനുശേഷം പെൻഷൻ കൊടുക്കാതെ കേരളത്തിലെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ച കോൺഗ്രസ് പരാജകന്മാരോട് എനിക്ക് മറ്റതിലേക്ക് പോകണം. ചുരുങ്ങിയ സമയത്തിൽ പറയണേ. ഇത് ശരിയല്ല. ഇത്രയും വീടുകൾ പൂർത്തീകരിച്ചു എന്നുള്ളത് നിയമസഭയിൽ പറഞ്ഞതാണ്. പൂർത്തീകരിച്ചു എന്നുള്ളത് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന രേഖയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ക്ഷമിക്കൂ, ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം സമയം മതിയോ? അങ്ങൊന്ന് ക്ഷമിക്കൂ, ഞാൻ അങ്ങേലേക്ക് വരില്ല എന്ന് പറഞ്ഞോ? അല്ല, ജയ്ക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വികസന പദ്ധതികളുടെ തുകയെ സംബന്ധിച്ചും പെൻഷന്റെ തുകയെ സംബന്ധിച്ചും താരതമ്യം ചെയ്യേണ്ടത് കോടികളുടെ രൂപയുടെ കണക്കിലല്ല. അങ്ങനെ താരതമ്യം ചെയ്താൽ 2011 ടോട്ടൽ ബജറ്റ് അലോക്കേഷൻ എത്രയായിരുന്നു എന്നുള്ള ആലോചിക്കേണ്ടി വരും. ആ ബജറ്റിന്റെ സൈസ് 5 പ്രാവശ്യം കൂടിയിട്ടുണ്ട്. അത് കാലക്രമണത്തിൽ കൂടുന്നതാണ്. ബജറ്റിന്റെ സൈസ് കൂടുമ്പോൾ തുകയും കൂടും. ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും 15 വർഷത്തിന് മുമ്പത്തെ തുക വെച്ചുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ടുണ്ടോ? ഇത്രമാത്രം അടിസ്ഥാനപരമായിട്ട് ഈ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പറയരുത്. കാരണം അങ്ങനെയാണെങ്കിൽ ആർ ശങ്കറിന്റെ കാലത്ത് 15 രൂപ ഉണ്ടായിരുന്നു. അത് അതിലൊരു ഇടവേള ഉണ്ടാകാതിരിക്കാനാണ് നമുക്ക്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു സംസ്ഥാന വ്യാപകമായ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യപ്പെടും. സംസ്ഥാന വ്യാപകമായ രാഷ്ട്രീയവും സംസ്ഥാന തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളും അവിടെ വരും. കഴിഞ്ഞ 9 വർഷത്തെ അവകാശവാദം LDF പറയാനുണ്ട്. അതിന് മുൻപുള്ള
ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നത്. മാത്രമല്ല ഇത് ഇനിയൊരു തുടർഭരണം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിരിക്കും എന്നുള്ള ആത്മവിശ്വാസം കൂടി UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ TMC കേരള രാഷ്ട്രീയത്തിൽ അത്ര പരിചിതമായൊരു രാഷ്ട്രീയ രീതിയല്ല. ഇപ്പോൾ ദീദി വരും, 10 മന്ത്രിമാർ വരും എന്നൊക്കെ നിങ്ങൾക്ക് അവകാശവാദമുണ്ടായിരുന്നു. യൂസഫ് പത്താൻ വന്നപ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ള ആത്മവിശ്വാസം എത്രത്തോളമാണ്? അത് വോട്ടിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് പ്രിയപ്പെട്ട മാധു ശ്രദ്ധിച്ചു കാണും. കഴിഞ്ഞ ദിവസം ആ റോഡ് ഷോയിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കൂടെയുള്ള പ്രവർത്തകരുടെ എണ്ണമല്ല നിങ്ങൾ കണ്ടത്. ആ റോഡിൽ നിന്ന ആളുകൾ, അഭിവാദ്യം ചെയ്ത ആളുകളുടെ വീഡിയോ ഉണ്ടെങ്കിൽ പരിശോധിക്കുക. സ്ത്രീകളും യുവാക്കളും അല്ലെങ്കിൽ ആബാലവൃദ്ധം ജനങ്ങൾ റോഡിൽ ഇറങ്ങുന്നു, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. അവരാണ് ശ്രീ PV അൻവറിന്റെ വിജയത്തിന്റെ ശില്പികൾ, യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ PV അൻവർ TMC വളരെ പ്രധാനപ്പെട്ട ആളുള്ളത്. PV അൻവർ വളരെ പ്രധാനപ്പെട്ട ആളാണ് കേരള രാഷ്ട്രീയത്തിൽ, വളരെ പ്രധാനിയാണ്. അതുകൊണ്ടാണല്ലോ TMC അദ്ദേഹത്തെ ആ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ട് മമതാ ബാനർജി വന്നില്ല, മന്ത്രിമാർ വന്നില്ല. നിങ്ങൾ വിചാരിക്കണം, ശ്രീ PV അൻവർ ശരിക്കും അശാത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച ആളല്ല. അവസാന നിമിഷം മത്സരിക്കേണ്ട സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചപ്പോൾ ആ നിമിഷ നേരം കൊണ്ട് അദ്ദേഹം നോമിനേഷൻ കൊടുത്തു. അദ്ദേഹം ഈ പ്രവർത്തനം നടത്തി. അല്ലെങ്കിൽ TMCയുടെ അല്ലെങ്കിൽ ഞങ്ങളെ പ്രിയപ്പെട്ട മമതാ ബാനർജിയുടെ നിർദ്ദേശാനുസരണമാണ് യൂസഫ് പത്താൻ ഇവിടെ എത്തിയ. ചുമ്മാ വരുമോ? പാർട്ടിയുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ MP അപ്പൊ അദ്ദേഹം വന്നു. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ സമയമില്ലായിരുന്നു. കിട്ടിയ സമയം കൊണ്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങള് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. PV അൻവർ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് 10 ദിവസം മതി നിലമ്പൂര് പിടിക്കാൻ എന്നൊക്കെയാണ്. അപ്പൊ ആ സമയപ്രശ്നം ഉണ്ടാവില്ലല്ലോ. അല്ല ഈ സമയപ്രശ്നം ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നോമിനേഷൻ കൊടുത്തു. അവർക്ക് അവിടുന്ന് വരാനുള്ള ആളുകളുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അസൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് യൂസഫ് പത്താൻ എത്തിയല്ലോ. മതി, എനിക്ക് 10 ദിവസം വേണ്ട. ഇനി PV അൻവർ പറഞ്ഞല്ലോ 10 ദിവസം പോലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹം 4-5 ദിവസമോ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇന്നലെ റോഡ് ഷോ നടത്തി അല്ലെങ്കിൽ മറ്റു ദിവസം അദ്ദേഹം ആളുകളെ കാണുന്നു. അദ്ദേഹം ഇവിടെ വിജയിക്കും, അദ്ദേഹത്തെ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല. TMCക്ക് വളരെ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ശ്രീ PV അൻവർ. അതിനെല്ലാം ഉപരി ശ്രീ PV അൻവർ നല്ല ഒരു ജനപ്രിയ നേതാവാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ സൂചിപ്പിച്ച എനിക്ക് മാധു പറയാൻ ഇടവേള ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ചില പ്രാദേശിക വിഷയങ്ങൾ, മത വിഷയങ്ങൾ പോലും ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ, ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഷൗക്കത്ത്, അദ്ദേഹത്തിന്റെ പാർട്ടിയും അല്ലെങ്കിൽ RSS ഒന്നിച്ചൊന്നുകൊണ്ട് ഒരു പള്ളിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ മരിച്ചാൽ അവിടെ കയറ്റി പ്രാർത്ഥിക്കുക എന്നുള്ളത് മര്യാദ, അതിനനുവദിക്കാതെ ഇന്ന് പോരാടിയവരാണ്. ഇന്ന് RSSന്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ BJP പ്രതിനിധിയായി ഒരാൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് മത്സരിക്കുന്നു, ക്രിസ്ത്യാനികൾ വോട്ട് പിടിക്കാൻ. അല്ലെങ്കിൽ ശ്രീ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവായിരിക്കും MLA, അദ്ദേഹം ഉൾപ്പെടെ എതിർത്ത വിഷയങ്ങളൊക്കെ ഇവിടുത്തെ അല്ലെങ്കിൽ ഈ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. ഇത് നിലമ്പൂരിൽ നടന്ന സംഭവങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയായ മഹാനായ സ്വരാജ്, അദ്ദേഹം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞ് വലിയ സമരം നടത്തി, സമരത്തിന് നേതൃത്വം കൊടുത്തയാളാണ്. അപ്പം ഓരോ ജാതികളുടെയും മതങ്ങളുടെയും ഒക്കെ വിഷയങ്ങൾ കയറി ഇടപെട്ടുകൊണ്ട് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാനാർത്ഥികളാണ് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥി. ഇവിടെ എന്നാൽ ഞാൻ പറഞ്ഞതിൽ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിച്ചുകൊണ്ട് അവിടെ ജനകീയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ മാന്യമായി ഈ പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള ജനനേതാവാണ്. അല്ല, അങ്ങനെ സാമുദായിക പരാമർശങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളാണ് PV അൻവർ എന്നൊക്കെ പറഞ്ഞു പോകാമോ? ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നിലമ്പൂരിൽ വെച്ച് അദ്ദേഹം ഈ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ടൊരു സമരം നടത്തുകയും പ്രതിഷേധം നടത്തുകയും പോലീസ് അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധതയാണ് ഈ കാണിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ പോലും സാമുദായിക താല്പര്യം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ആളാണ് ശ്രീ PV അൻവർ എന്ന് അദ്ദേഹവും തെളിയിച്ചിട്ടുണ്ട്. അല്ല, ഞാനത് കേട്ടിട്ടില്ല. ഒരു കാര്യം പറയാം. ഇവിടെ LDFും UDFും ശ്രീ PV അൻവറെ ഭയക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നിവിടെ UDFന്റെ MPമാർ MLAമാർ വീട്ടിൽ കയറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അയ്യോ നിങ്ങൾ ഒരു കാരണവശാലും PV അൻവർ വോട്ട് ചെയ്യില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്താൽ ഇടതുപക്ഷം ജയിക്കും, പിണറായി ജയിക്കും. പിണറായിയെ പരാജയപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ UDF വോട്ട് ചെയ്യണം. PV അൻവർ വോട്ട് ചെയ്തിരുന്ന് പറഞ്ഞ പ്രചരണം അല്ലെങ്കിൽ മർമറിംഗ് ക്യാമ്പയിൻ വരെ നടത്തിക്കൊണ്ടിരിക്കുക. MLAമാർ MPമാർ വീടുകൾ കയറി പാവപ്പെട്ട സ്ത്രീകളെ മരുന്നുകളെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ വിജയിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഇവിടെ എല്ലാ തരത്തിലും അല്ലെങ്കിൽ ജനകീയമായ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ശ്രീ PV അൻവർ. അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഇന്നലെ ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കാം.
നമ്മുടെ ഏഷ്യാനെറ്റിലെ ബിനു വിജോൺ, നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കരൊക്കെ കൃഷ്ണനൊക്കെ പറഞ്ഞു നോട്ടയുമായിട്ടാണ് ശ്രീ പി വി അൻവർ മത്സരിക്കുന്നത്. ഇന്ന് ആ ബിനു വിജോൺ ഇന്ന് ചാനലിൽ പറഞ്ഞു 25,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു. 25,000 വോട്ട് പിടിക്കുമെന്ന് ഇപ്പൊ ബിനു വിജോണിനും അല്ലെങ്കിൽ ജയശങ്കറിനും ഒക്കെ തോന്നിയെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ശ്രീ പി വി അൻവർ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി സുൽത്താനായി വീണ്ടും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്ര വോട്ട് പിടിക്കും എന്ന ഒരു കൊട്ടിക്കലാശം തീർന്ന ദിവസം പറയുന്ന രീതി ഇവിടെ ഇല്ല. ശ്രീ സജി മഞ്ഞക്കടമ്പനോട് ക്ഷമിക്കുക. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളത്. എന്നിട്ട് പോലും അവിടെ പ്രചാരണത്തിലൊക്കെ വളരെ സജീവമായിരുന്ന, പ്രചാരണങ്ങൾ മാത്രമല്ല പ്രതികരണങ്ങളിൽ പോലും വളരെ സജീവമായിരുന്ന ഒരു പേസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നു? അല്ല, തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയും നമ്മുടെ കേന്ദ്രമന്ത്രിമാരെല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഏത് സംസ്ഥാന നേതാവാണ് അവിടെ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ അവിടെ വളരെ വ്യക്തമായിട്ട് സാധാരണഗതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായും PDP-യും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ BJP ഏതു തരത്തിലാണ് അതിൽ പ്രതികരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ദിനേന കാണുന്നതാണല്ലോ യുവരാജ്. അല്ല, ആ വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് മുമ്പ് ഈ മാതൃഭൂമിയിലല്ല മറ്റൊരു ചാനലിലായിരുന്നു. പ്രധാനമായിട്ടും BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അന്ന് അവിടെ ആ ഒരു ദിവസമായിരുന്നല്ലോ. അന്നത്തെ ദിവസത്തെ ചർച്ച മുഴുവൻ അതിനെ അധികരിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ BJP അവിടെ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയത്തിനെ അധികരിച്ചുകൊണ്ട് വരെ കേരളത്തിലെ ചാനലുകൾ ചർച്ച നടത്തേണ്ടി വന്നിട്ടുള്ള സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അവിടെ സജീവമല്ല. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP അവിടെ റിലവന്റ് അല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമുണ്ട്. അല്ലല്ല, മാധു വളരെ പ്രിജുഡൈസ്ഡ് ആയിട്ട് BJP എന്തോ പിക്ചറിലില്ല എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് അങ്ങനെ ആലോചിക്കാം എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, പേസ് ഇല്ലായിരുന്നു നിങ്ങൾ എങ്ങനെയാ പറയാ? ഇപ്പൊ കുറച്ചു നേരം കൊട്ടിക്കലാശത്തില് ഇടതുപക്ഷത്തിനേക്കാളോ UDF-നേക്കാളോ ഞങ്ങൾ പിറകെ പോയി എന്ന് മാധുവിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അവിടെ സംവിധാനത്തിലും ഞങ്ങള് അവർക്കൊപ്പം തന്നെ നിൽക്കുന്ന സാഹചര്യം എന്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. അങ്ങനത്തെ പ്രശ്നം എന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ധാരാളം ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ്. സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ലേ? അവിടെ തന്നെ അറിയാമല്ലോ ഞങ്ങൾ അവിടെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള. ചർച്ച അവസാനിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് അവിടെ പേസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ല. വിരാജ് കള്ളം പറയരുത് പ്ലീസ്. ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ല. നിങ്ങൾ അത്ര സജീവമായിരുന്നോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. സജീവമായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ സജീവമായിരുന്നു എന്ന് പറയാനുള്ളതും സജീവമല്ലായിരുന്നു എന്ന് പറയാനുള്ള രണ്ട് സാധ്യതകളും തുല്യമാണ്. ഇടതുപക്ഷത്തോട് UDF-നോട് അങ്ങനെ ചോദിക്കാത്ത, നിങ്ങൾ സജീവമായിരുന്നു എന്ന് ചോദിക്കാത്ത എന്താ? നിങ്ങൾ ചോദിക്കുന്നില്ല, പിന്നെ പ്രചാരണത്തിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം സജീവമായിരുന്നു, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ആ കാഴ്ചപ്പാട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചതേ ഉള്ളൂ. അതിൽ അങ്ങേക്ക് കൃത്യമായ, അങ്ങേക്ക് ഇഷ്ടമുള്ള അങ്ങയുടെ പാർട്ടിയുടെ നയം വ്യക്തമാക്കാൻ കഴിയുന്ന ഉത്തരം പറയാനുള്ള സാധ്യതയും അവശേഷിപ്പിച്ചാണ് ചോദ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അല്ല എങ്കിൽ പോട്ടെ, വിട്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. എല്ലാ മുന്നണികളും വീറും വാശിയും വെച്ചു പുലർത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലയളവാണ് പൂർത്തിയായിരിക്കുന്നത്. കാത്തിരിക്കാം 19 വരെ. 23-ന് നമുക്ക് അതിന്റെ ഫലവും കാണാം. നമസ്കാരം.